നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് വൻ വിജയം. അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലകൾ വഴി അമേരിക്കയിലെത്തിയ 657ഓളം പുരാവസ്തുക്കൾ ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ് US. ഇനി വിമാനത്തിൽ അത് നമ്മുടെ രാജ്യത്തെത്തും. ഏകദേശം 117 കോടി രൂപയോളം, അതായത് $14 മില്യൺ മൂല്യമുള്ള പുരാവസ്തുക്കളാണ് മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ ബ്രാഗ് രാജ്യത്തിന് കൈമാറിയത്. രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘങ്ങളെക്കുറിച്ച് നടത്തിയ നിരവധി അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ അപൂർവ ശേഖരം വീണ്ടെടുത്തത്. ഇന്ത്യയിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂർ, നാൻസി വീനർ എന്നിവരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് അമൂല്യ ശേഖരം കണ്ടെത്തിയത്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലും പുരാതന കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ നിയമവിരുദ്ധമായി കടത്തിയ ശില്പങ്ങളും ചിത്രങ്ങളും ആഗോളതലത്തിൽ സ്വകാര്യ വ്യക്തികൾക്കും ഗാലറികൾക്കും ഇവർ വിറ്റിരുന്നു. തിരികെ ലഭിച്ചവയിൽ ചരിത്രപരമായും സാമ്പത്തിക മൂല്യമുള്ളതുമായ നിരവധി സൃഷ്ടികളുണ്ട്. ഏകദേശം 16 കോടി വിലമതിക്കുന്ന അപൂർവ വെങ്കല പ്രതിമയാണിത്. സിംഹങ്ങൾ താങ്ങുന്ന സിംഹാസനത്തിൽ താമരപ്പൂവിന് മുകളിലിരിക്കുന്ന രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ സിപൂരിലുള്ള ദ്രോണാദിത്യൻ എന്ന ശില്പിയാണ് ഇത് നിർമ്മിച്ചതെന്നും ശിലാലിഖിതങ്ങൾ വ്യക്തമാക്കുന്നു. 1982 മോഷണം പോയ ഈ പ്രതിമ 2014 ന്യൂയോർക്കിലെ ഒരു സ്വകാര്യ ശേഖരത്തിൽ നിന്നും കണ്ടെത്തിയത്. മധ്യപ്രദേശിലെ ക്ഷേത്രത്തിൽ നിന്ന് 2000 മോഷ്ടിക്കപ്പെട്ട നൃത്തം ചെയ്യുന്ന ഗണേശന്റെ പ്രതിമയും തിരിച്ചെത്തിയവയിൽ ഉൾപ്പെടുന്നു. വാമൻഗിയ എന്ന കുറ്റവാളി വഴിയാണ് ഇത് അമേരിക്കയിലേക്ക് കടത്തിയത്. അഭയമുദ്രയിലുള്ള ബുദ്ധപ്രതിമ ചുവന്ന മണൽക്കല്ലിൽ കൊത്തിയെടുത്ത് നിൽക്കുന്ന രൂപത്തിലുള്ള ബുദ്ധപ്രതിമയാണിത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഈ ശില്പത്തിന് 60 കോടി, അതായത് $7.5 മില്യൺ രൂപയാണ് വില. 2012 സുഭാഷ് കപൂറിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ് പുരാവസ്തു കടത്ത് തടയാൻ കർശന നടപടികളാണ് സ്വീകരിച്ചിരുന്നത്. ആന്റിക്വിറ്റീസ് ട്രാഫിക്കിംഗ് യൂണിറ്റ് ഇതുവരെ 36 രാജ്യങ്ങളായി 5900-ലധികം പുരാവസ്തുക്കൾ തിരികെ നൽകിയിട്ടുണ്ട്. $485 മില്യൺ മൂല്യമുള്ള 6200ഓളം സാംസ്കാരിക നിധികൾ ഇതുവരെ അവർ കണ്ടെത്തി. ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ ബ്രാഗ് ജൂനിയർ പുരാവസ്തുക്കൾ ഔദ്യോഗികമായി കൈമാറി. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ ലക്ഷ്യം വെച്ചുള്ള വൻകിട കടത്ത് സംഘങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണെന്നും ആൽവിൻ ബ്രാഗ് പറഞ്ഞു. പുരാവസ്തുക്കൾ വീണ്ടെടുക്കാൻ സഹായിച്ച മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസിനും ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിനും ഇന്ത്യൻ കോൺസുൽ ജനറൽ ബിനായ പ്രധാൻ നന്ദി അറിയിച്ചു. രാജ്യാന്തര പുരാവസ്തു കടത്ത് തടയുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ ഈ നടപടി വലിയൊരു ചുവടുവയ്പ്പാണെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. തിരികെ ലഭിച്ച വസ്തുക്കളിൽ ഏറ്റവും ശ്രദ്ധേയമായത് $2 മില്യൺ മൂല്യമുള്ള അവലോകിതേശ്വരന്റെ വെങ്കല വിഗ്രഹമാണ്. റായ്പൂരിലെ മഹന്ത് ഗാസിദാസ് മെമ്മോറിയൽ മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ഈ വിഗ്രഹം 1982 അമേരിക്കയിലേക്ക് കടത്തിയത്. 2025 ന്യൂയോർക്കിലെ ഒരു സ്വകാര്യ ശേഖരത്തിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തത്. മറ്റൊരു പ്രധാന വസ്തു $7.5 മില്യൺ വിലമതിക്കുന്ന ചുവന്ന മൺകല്ലിൽ തീർത്ത ബുദ്ധപ്രതിമയാണ്. സുഭാഷ് കപൂറിന്റെ ശൃംഖല വഴി ന്യൂയോർക്കിലെത്തിച്ച ഈ പ്രതിമ ഒരു സ്റ്റോറേജ് യൂണിറ്റിൽ നിന്നാണ് കണ്ടെടുത്തത്. കൂടാതെ 2000 മധ്യപ്രദേശിലെ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട നൃത്തം ചെയ്യുന്ന ഗണപതിയുടെ വിഗ്രഹവും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ആന്റിക്വിറ്റീസ് ട്രാഫിക്കിംഗ് യൂണിറ്റ്, ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ എന്നിവയുടെ സംയുക്ത പരിശ്രമത്തിലൂടെയാണ് സുഭാഷ് കപൂറിനെയും കൂട്ടാളികളെയും പിടികൂടാൻ സാധിച്ചത്. 2021 സെപ്റ്റംബറിലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തുക്കൾ അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിരുന്നു. മോഷണം, അനധികൃത കച്ചവടം, സാംസ്കാരിക വസ്തുക്കളുടെ കടത്ത് എന്നിവയ്ക്ക് എതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനാണ് അന്നും ആ പുരാവസ്തുക്കൾ ഇന്ത്യക്ക് കൈമാറിയത്. അമേരിക്കയുടെ നടപടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. കൈമാറിയ 157 പുരാവസ്തുക്കളിൽ കൂടുതലും 11-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ വസ്തുക്കളാണുള്ളത്. കൂടാതെ 45 വസ്തുക്കൾ പുതുയുഗത്തിന് മുമ്പുള്ളതാണ്. വിവിധ ലോഹസങ്കരങ്ങൾ, കല്ലുകൾ, കളിമണ്ണ് എന്നിവ കൊണ്ടുള്ള പ്രതിമകളും കൈമാറ്റം ചെയ്ത വസ്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് 60 ചെറു പ്രതിമകളും
ബുദ്ധമതവും ജൈനമതവുമായി ബന്ധപ്പെട്ട 25 പ്രതിമകളും അമേരിക്കയിൽ നിന്ന് തിരികെ ലഭിച്ചിട്ടുണ്ട്. 2014 2021 ഇടയിൽ 200-ലധികം പുരാവസ്തുക്കളാണ് മോദി ഇന്ത്യയിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നത്. അമേരിക്ക, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ജർമ്മനി, കാനഡ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടത്തിയ പുരാവസ്തുക്കൾ തിരികെ കൊണ്ടുവരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഇന്ത്യ. അതേസമയം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമൻ അമേരിക്ക സന്ദർശിക്കുന്ന വേളയിലും ചരിത്രപ്രസിദ്ധമായ കോഹിനൂർ വജ്രം ഇന്ത്യക്ക് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നാണ് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദനി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ബുധനാഴ്ച സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ ഇരകളെ അനുസ്മരിക്കുന്ന ചടങ്ങിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന. ഇന്ത്യയിലെ വിവിധ രാജവംശങ്ങൾ കൈവശം വെച്ചിരുന്ന ഈ വജ്രം നിലവിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ശേഖരത്തിലാണുള്ളത്. ഈ വിഷയം ഔദ്യോഗിക അജണ്ടയുടെ ഭാഗമല്ലെങ്കിലും സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചാൽ താൻ ഉന്നയിക്കുമെന്നാണ് മംദാനി മാധ്യമങ്ങളോട് പറഞ്ഞത്. രാജാവിനോട് പ്രത്യേകമായി സംസാരിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ കോഹിനൂർ വജ്രം ഇന്ത്യക്ക് തിരികെ നൽകാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടേക്കാം എന്നാണ് ന്യൂയോർക്കിൽ ബ്രിട്ടീഷ് രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ വംശജനായ മംദാനി പറഞ്ഞത്. മംദാനിയും രാജാവും തമ്മിൽ 9/11 സ്മാരകത്തിൽ വെച്ച് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഈ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെട്ടോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. മംദാനിയുടെ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ബക്കിംഗ്ഹാം കൊട്ടാരം തയ്യാറായില്ല. മാത്രമല്ല മേയറുടെ ഓഫീസും ഈ ചർച്ചകളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ചരിത്രപരമായി പ്രാധാന്യമുള്ള ഈ വജ്രം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണെന്നും അത് തിരികെ വേണമെന്നും ഇന്ത്യ ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ ഉടമ്പടി പ്രകാരം തങ്ങൾക്കാണ് ഇതിൻ്റെ നിയമപരമായ അവകാശം എന്ന നിലപാടിലാണ് ബ്രിട്ടൻ ഇപ്പോഴും തുടരുന്നത്. ഇന്ത്യയിൽ നിന്ന് 105.6 ക്യാരറ്റ് വജ്രമായ കോഹിനൂർ വിവിധ രാജവംശങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് 1849 ലാഹോർ ഉടമ്പടി വഴി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തത്. വജ്രം സിഖ് രാജാവിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങിയതാണ് എന്നാണ് ഇന്ത്യ വാദിക്കുന്നത്. അന്ന് ബാലനായിരുന്ന മഹാരാജ ദുലീപ് സിംഗിനെ വജ്രം അടിയറ വയ്ക്കാൻ ബ്രിട്ടീഷ് സൈന്യം നിർബന്ധിക്കുകയായിരുന്നു. നിലവിൽ എലിസബത്ത് രാജ്ഞിയുടെ കിരീടത്തിലാണ് ഈ വജ്രം പതിപ്പിച്ചിരിക്കുന്നത്. ഈ കിരീടം ലണ്ടൻ ടവറിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. കൊളോണിയൽ ചൂഷണത്തിന്റെ പ്രതീകമായി ഇതിനെ കാണുന്ന ഇന്ത്യ ഇത് തിരികെ നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആഴത്തിൽ വേരുകളുള്ള വിലമതിക്കാനാവാത്ത വസ്തു എന്നാണ് ഇന്ത്യ മുൻപ് ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ വജ്രത്തിന്മേൽ തങ്ങൾക്കാണ് നിയമപരമായ ഉടമസ്ഥാവകാശം എന്ന നിലപാടിൽ തുടരുകയാണ് ബ്രിട്ടൻ. ഇന്ത്യൻ വംശജമായ ഈ വജ്രം ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്നതിന് മുമ്പ് മുഗളന്മാർ, പേർഷ്യൻ ഷാമാർ, അഫ്ഗാൻ അമീർമാർ എന്നിവരുൾപ്പെടെയുള്ള നിരവധി ഭരണാധികാരികളുടെ കൈകളിലൂടെ കടന്നുപോയിട്ടുണ്ട്.